ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു PSC ആസ്പിറൻറ്റ് വിത്ത് FCRT SS. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 10ാം ക്ലാസ്സിലെ ജോഗ്രഫി പുതിയ സിലബസ് പ്രകാരമുള്ള യൂണിറ്റ് 2 കാലാവസ്ഥാ മേഖലകളും കാലാവസ്ഥാ മാറ്റവും എന്ന ഭാഗമാണ്. പാർട്ട് 1 ഓൾറെഡി ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഉൾപ്പെടുത്തിയിരുന്നത് വ്യത്യസ്ത കാലാവസ്ഥാ മേഖലകളിലെ ആദ്യത്തെ 2 ഭാഗങ്ങളാണ്. എന്താണ് കാലാവസ്ഥാ മേഖലകൾ? സമാന കാലാവസ്ഥാ സവിശേഷതകൾ അനുഭവപ്പെടുന്ന വിശാല ഭൂപ്രദേശത്തെ ഒരേ കാലാവസ്ഥാ മേഖലയായി നമ്മൾ കണക്കാക്കുന്നു അല്ലേ. അതിൽ എത്ര കാലാവസ്ഥാ മേഖലകളുണ്ട്? 8. എത്രണ്ണായിരുന്നു? 8. ഏതൊക്കെയാണ്? ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല, മൺസൂൺ കാലാവസ്ഥാ മേഖല, സാവന്ന കാലാവസ്ഥാ മേഖല, ഉഷ്ണമരുഭൂമികൾ, മിതോഷ്ണ പുൽമേടുകൾ, മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖല, ടൈഗ മേഖല, ടൻഡ്ര മേഖല. ഇതിൽ പാർട്ട് 1 ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഭൂമധ്യരേഖ കാലാവസ്ഥയുടെയും മൺസൂൺ കാലാവസ്ഥാ മേഖലയുടെയും സവിശേഷതകളാണ്. പാർട്ട് 2 ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സാവന്ന കാലാവസ്ഥാ മേഖല, ഉഷ്ണമരുഭൂമികൾ, മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖല തുടങ്ങിയവയുടെ സവിശേഷതകളാണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. എന്താണ് സാവന്ന കാലാവസ്ഥാ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ. ഇരു അർദ്ധഗോളങ്ങളിലുമായി 10 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന ഉഷ്ണമേഖലാ പുൽമേടുകളാണ് സാവന്ന. അപ്പോൾ എവിടെയാണ്? ഭൂമധ്യരേഖയ്ക്ക് 10 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെയുള്ള കാലാവസ്ഥാ മേഖലയെയാണ് നമ്മൾ എന്തു പറയുന്നത്? 0 ഡിഗ്രി ഇവിടെ വരും. ഈ 10 ഡിഗ്രിക്കും 30 ഡിഗ്രിക്കും ഇടയിലുള്ള പ്രദേശത്തെ, ഇതുപോലെ തന്നെ നോർത്തിലും സെയിം സൗത്ത് ഭാഗങ്ങളിലെ 10 to 30 ഡിഗ്രി അക്ഷാംശങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന അനുഭവപ്പെടുന്ന കാലാവസ്ഥാ സവിശേഷതകളെ നമ്മൾ ഒരുമിച്ച് എന്തു പറയുന്നു? സാവന്ന കാലാവസ്ഥാ മേഖല എന്ന് പറയുന്നു. ഇത് ഉഷ്ണമേഖല തന്നെയാണ്. അതുകൊണ്ട് സാവന്ന കാലാവസ്ഥാ മേഖല ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉഷ്ണമേഖല പുൽമേടുകൾ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് സാവന്ന പുൽമേടുകൾ എന്ന് പറയുന്നത് ഉഷ്ണമേഖല പുൽമേടുകൾ എന്നാണ് അറിയപ്പെടുന്നത്. വിവിധ പ്രദേശങ്ങളിൽ വ്യത്യസ്ത പേരുകളിലാണ് ഈ പുൽമേടുകൾ അറിയപ്പെടുന്നത്. ആഫ്രിക്കയിൽ സാവന്ന എന്നും, തെക്കൻ ബ്രസീലിൽ കമ്പോസ് എന്നും, വെനിസ്വേലയിൽ ലാനോസ് എന്നും അറിയപ്പെടുന്നു. സാവന്ന എന്ന് പറയുന്നത് പുൽമേടുകളാണ്. ഉഷ്ണമേഖലയിൽ കാണപ്പെടുന്നത് കൊണ്ടാണ് ഈ പുൽമേടുകൾ ഏതു പേരിൽ അറിയപ്പെടുന്നത്? ഉഷ്ണമേഖല പുൽമേടുകൾ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ഓരോ സ്ഥലത്തും ഏതൊക്കെ പേരിലാണ് ഇവ അറിയപ്പെടുന്നത് എന്ന് നോക്കാം. ഏതാണ്? ആഫ്രിക്കയിൽ സാവന്ന എന്നും, ഈ ഭാഗങ്ങളിൽ എന്തായിട്ടാണ് അറിയപ്പെടുന്നത്? സാവന്ന. എന്താണ്? സാവന്ന എന്നും. പിന്നെയോ തെക്കൻ ബ്രസീലിൽ കാമ്പോസ് എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഇതാണ് ഏത്? ബ്രസീൽ. തെക്കൻ ബ്രസീലിൽ കാമ്പോസ് എന്നും, വെനിസ്വേലയിൽ ഏതു പേരിൽ അറിയപ്പെടുന്നു? വെനസ്വേലയിൽ ലാനോസ് എന്നും അറിയപ്പെടുന്നു. വെനസ്വേലയിൽ ലാനോസ് എന്നും അറിയപ്പെടുന്നു. അപ്പോൾ നമ്മുടെ ആഫ്രിക്കയിൽ സാവന്ന എന്നാണ്. അത് വേറൊരു പേരിലും കൂടി റെഫർ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേറൊരു പേരിലും കൂടി അത് കേൾക്കാം. സുഡാൻ മേഖല, സുഡാൻ കാലാവസ്ഥാ മേഖല. അതായത് സുഡാനിൽ ഏറ്റവും കൂടുതലായിട്ട് ഈ കാലാവസ്ഥ അനുഭവപ്പെടുന്നത് കൊണ്ട് സാവന്ന പുൽമേടുകൾ ഏതു പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്? സുഡാൻ മേഖല എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ആഫ്രിക്കയിൽ സാവന്ന എന്നും, പിന്നെയോ ബ്രസീലിൽ കാമ്പോസ് എന്നും, വെനിസ്വേലയിൽ ലാനോസ് എന്നും അറിയപ്പെടുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇത് ഏതൊക്കെ വൻകരകളിലായിട്ടാണ് ഈ കാലാവസ്ഥ അനുഭവപ്പെടുന്നത്? തെക്കേ അമേരിക്ക, ആഫ്രിക്ക, ഓസ്ട്രേലിയ. ചില സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ റെഫർ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഏഷ്യയിലെ ചില ഭാഗങ്ങളിലും ഈ കാലാവസ്ഥ അനുഭവപ്പെടുന്നതായി കാണാം. കാരണം 30 ഡിഗ്രിക്കുള്ളിൽ വരുന്ന ഭാഗമാണ് ഏഷ്യയുടെ ഈ ഭാഗങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏഷ്യയിൽ ഇന്ത്യയിലെ വടക്കേ കർണാടക, അതുപോലെ തന്നെ തെക്കൻ മഹാരാഷ്ട്രയിലും, അതുപോലെ തന്നെ മ്യാൻമർ, തായ്ലാൻഡ് തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങൾ, അതുപോലെ തന്നെ മഡഗാസ്കർ ദ്വീപുകളിലൊക്കെ തന്നെയും ഈ കാലാവസ്ഥ അനുഭവപ്പെടുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഏതു മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്? ഏതൊക്കെയാണ്? തെക്കേ അമേരിക്ക, ആഫ്രിക്ക, ഓസ്ട്രേലിയ. ഈ വൻകരകളിലെ തന്നെ ഏതൊക്കെ സ്ഥലങ്ങളിലായിട്ടാണ് വ്യാപിച്ചിരിക്കുന്നത്?
ഇവിടെ നമുക്ക് ഓൾറെഡി മനസ്സിലായി കഴിഞ്ഞു, ഒന്ന് വെനസ്വേലയാണ്, ബ്രസീലാണ് അല്ലേ. അപ്പോൾ നമുക്ക് തെക്കേ അമേരിക്കയുടെ ഭാഗങ്ങൾ ഇനി തിരയേണ്ട ആവശ്യമില്ല. ഇനി നമുക്കറിയേണ്ടത് ആഫ്രിക്കയുടെയും അതുപോലെ തന്നെ ഓസ്ട്രേലിയയുടെയും ഏതൊക്കെ ഭാഗങ്ങളാണ്. ഓസ്ട്രേലിയയുടെ വടക്ക് കിഴക്ക് ഭാഗമാണ്. അതുപോലെ തന്നെ ആഫ്രിക്കയിലാണ് ഏറ്റവും കൂടുതൽ ഈ പുൽമേടുകൾ കാണപ്പെടുന്നത്. ഓക്കെ, നോക്കൂ, ആഫ്രിക്കയിലെ ഏകദേശം ഇതാണ് ആഫ്രിക്ക, ഇത് ഓസ്ട്രേലിയയുടെ ഭൂപടമാണ്. നമ്മൾ നോക്കുക, ഓസ്ട്രേലിയയിൽ നോക്കിക്കോളൂ, ഓസ്ട്രേലിയയിലെ ഈ ഭാഗം ക്യൂൻസ് ഐലാൻഡിൻ്റെ ഈ ഭാഗങ്ങളൊക്കെയാണ് സാവന്ന പുൽമേടുകൾ ആയി കരുതപ്പെടുന്നത്. കണക്കിൽ നോക്കുന്ന സമയത്ത് സൗത്ത് സുഡാൻ അതുപോലെ തന്നെ ഇതിൽ നമ്മളിങ്ങനെ വെച്ചതുകൊണ്ടാണ് ക്ലിയർ ഇല്ലാത്ത, നിങ്ങളൊന്ന് മാപ്പ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം മനസ്സിലാവും. നമ്മുടെ ഈ ഭാഗങ്ങൾ ഒക്കെ തന്നെയും അല്ലേ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ വരുന്നത് സുഡാൻ, എത്യോപ്യ, കോങ്കോ, ബുറുണ്ടി, അങ്കോള, സാംബിയ, മലാവി, ബോട്സ്വാന, കെനിയ, ടാൻസാനിയ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലൊക്കെയും ഏത് കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്? സാവന്ന കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ഓക്കെ, ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ മറ്റൊരു പേര് പറഞ്ഞു, സുഡാൻ കാലാവസ്ഥ എന്നും ഇത് അറിയപ്പെടുന്നു എന്ന് പറഞ്ഞു. ഇവിടെയാണ് സുഡാൻ. ഈ കാലാവസ്ഥ ഏറ്റവും കൂടുതൽ ഇവിടെ അനുഭവപ്പെടുന്നത് കൊണ്ടാവാം ഇങ്ങനെ പേര് വന്നത്. സാവന്ന കാലാവസ്ഥയിലെ മറ്റ് സവിശേഷതകൾ നോക്കാം. ഉഷ്ണമേഖലാ പുൽമേടുകളിൽ ഉഷ്ണവും ആർദ്രവുമായ വേനൽക്കാലവും തണുപ്പ് കുറഞ്ഞ വരണ്ട ശൈത്യകാലവും അനുഭവപ്പെടുന്നു. ഇവിടുത്തെ വാർഷിക ശരാശരി താപനില എന്ന് പറയുന്നത് 21 ഡിഗ്രി മുതൽ 32 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. 25 സെൻറ്റിമീറ്റർ മുതൽ 125 സെൻറ്റിമീറ്റർ വരെ വാർഷിക മഴയും ലഭിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് മൺസൂൺ കാലാവസ്ഥയുടെ നേർവിപരീതമായിട്ടുള്ള കാലാവസ്ഥയാണ് സാവന്ന കാലാവസ്ഥാ മേഖലയിൽ അനുഭവപ്പെടുന്നത്. ഇവിടുത്തെ ശരാശരി താപനില 21 ഡിഗ്രി മുതൽ 32 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. തന്നെ വാർഷിക മഴ വളരെ കുറവാണ്. 5 സെൻറ്റിമീറ്റർ മുതൽ 125 സെൻറ്റിമീറ്റർ വരെ മാത്രമാണ് മഴ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇലപൊഴിയും വൃക്ഷങ്ങളും ഉയരം കൂടിയ പുല്ലുവർഗ്ഗങ്ങളുമാണ് സാവന്ന മേഖലയിലെ പ്രധാന സസ്യങ്ങൾ. അതായത് അക്കേഷ്യ, അതുപോലെ തന്നെ ബയോബാബ് അഥവാ ജീവവൃക്ഷം എന്നറിയപ്പെടുന്ന ഈ വൃക്ഷങ്ങൾ വളരെ വലിയ തടിയോട് കൂടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ മഴക്കാലങ്ങളിൽ വെള്ളത്തെ ഈ തടികളിൽ സംഭരിച്ചു നിർത്തുന്നതിനും അതുപോലെ തന്നെ വേനൽക്കാലത്ത് ആവശ്യമായ രീതിയിൽ കായ്കൾ നൽകുന്നതും കൊണ്ടാണ് ഇവ ജീവവൃക്ഷങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. വൃക്ഷങ്ങൾ ഇല പൊഴിക്കുന്നു എന്ന് പറയുന്നത് ലഭ്യമാകുന്ന മഴയുടെ അളവിനെ ബാഷ്പീകരണത്തിന് വിധേയമാക്കാതെ അതിനെ സംരക്ഷിച്ച് നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ വൃക്ഷങ്ങൾ ഇല പൊഴിക്കുന്നതായി പറയപ്പെടുന്നത്. ഉയരം കുറഞ്ഞ കുറ്റിച്ചെടികളും മുൾക്കാടുകളും കാണുന്നു. ഇവിടുത്തെ കാടുകളും പുൽമേടുകളും വന്യമൃഗങ്ങൾക്ക് അനുകൂലമായ ആവാസ കേന്ദ്രമൊരുക്കുന്നു. ജിറാഫ്, സീബ്ര തുടങ്ങിയ സസ്യഭോജികളായ മൃഗങ്ങൾ പുൽമേടുകളിൽ ധാരാളമുണ്ട്. മാംസഭോജികളായ സിംഹം, കടുവ തുടങ്ങിയ മൃഗങ്ങളും അവിടെ കാണപ്പെടുന്നു. അതായത് ആവാസ വ്യവസ്ഥയെ സന്തുലിതമാക്കി വെക്കുന്ന രീതിയിലുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന മേഖലയാണ് ഏതെന്ന് പറയുന്നത്? സാവന്ന മേഖല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇടതൂർന്നു നിൽക്കുന്ന തരത്തിലുള്ള കാടുകളല്ല കാണപ്പെടുന്നത്. അത് കാണപ്പെടുന്നത് എവിടെയായിരുന്നു? നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആമസോൺ മേഖലകളിലൊക്കെയാണ് അങ്ങനെയുള്ള നിത്യഹരിത വനങ്ങൾ കാണപ്പെടുന്നത്. എന്നാൽ ഇവിടെ കാണപ്പെടുന്നത് എങ്ങനെയുള്ളതാണ്? ചിതറിയ രീതിയിലുള്ള കാടുകളാണ്. അടുത്തടുത്തുള്ള വൃക്ഷങ്ങൾ എന്ന രീതിയിലല്ല കാണപ്പെടുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. താരതമ്യേന വളക്കൂറുള്ള മണ്ണാണ് ഇവിടെ കാണപ്പെടുന്നതെങ്കിലും മഴ കുറവായതിനാൽ ജലം അധികം ആവശ്യമില്ലാത്ത കൃഷിരീതിയാണ് അവലംബിക്കുന്നത്. മൃഗപരിപാലനം, കൃഷി തുടങ്ങിയവയാണ് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഉപജീവന മാർഗങ്ങൾ. സാവന്ന പ്രദേശത്ത് ജനസാന്ദ്രത പൊതുവെ കുറവാണ്. ആഫ്രിക്കൻ സാവന്നയിലെ തദ്ദേശീയ ഗോത്രവിഭാഗമായ മസായികൾ ഇടയ ജീവിതം നയിക്കുന്നു. ഇവരാണ് മസായി ഗോത്രവിഭാഗക്കാർ.
മസായി ഗോത്ര ഗ്രാമം എന്ന് പറയുന്നത് കുടിലുകളാണ് കൂടുതലായിട്ട് അല്ലേ, ഗോത്ര വിഭാഗമാണ്. അതുപോലെ തന്നെ നൈജീരിയയിലെ സാവന്ന മേഖലയിൽ കാണപ്പെടുന്ന വിഭാഗത്തെ ഹൗസ എന്നാണ് പറയുന്നത്. ഹൗസ വംശജർ എന്നാണ് നൈജീരിയയിലെ ഗോത്രവിഭാഗം അറിയപ്പെടുന്നത്. നോക്കൂ, യൂറോപ്യൻ കോളനികളായിരുന്ന രാജ്യങ്ങളിലെ സാവന്ന പ്രദേശങ്ങളിൽ വിപുലമായ രീതിയിൽ നാണ്യവിളകൾ കൃഷി ചെയ്യുന്നു. സുഡാനിലെ പരുത്തി കൃഷി, ബ്രസീലിലെ കാപ്പി കൃഷി എന്നിവ ഉദാഹരണങ്ങളാണ്. അപ്പോൾ നാണ്യവിളകൾ എന്ന് പറയുന്നത് കമ്പോളങ്ങളെ അല്ലെങ്കിൽ മാർക്കറ്റുകളെ ലക്ഷ്യമാക്കി ഉണ്ടാക്കുന്ന വിളകളെ നാണ്യവിളകൾ എന്ന് പറയുന്നു. ഇവിടുത്തെ നാണ്യവിളകൾ ഏതൊക്കെയാണ്? പരുത്തി, കാപ്പി. സുഡാനിലും അതുപോലെ തന്നെ ബ്രസീലിലുമാണ് ഇവ ഉൽപ്പാദിപ്പിക്കുന്നത്. ഉയർന്ന പ്രദേശങ്ങളിൽ ആണ് സാവന്ന പുൽമേടുകൾ കാണപ്പെടുന്നത്. ഇവ കാമ്പോസ് എന്നാണ് അറിയപ്പെടുന്നത്. ഉഷ്ണമേഖലാ പുൽമേടുകളുടെ പടിഞ്ഞാറൻ അരികുകളോടടുക്കുമ്പോൾ മഴ ക്രമേണ കുറഞ്ഞു വരുന്നതിനാൽ വൃക്ഷങ്ങളുടെ ഉയരം ക്രമേണ കുറഞ്ഞു വരുന്നു. ഇതിൻ്റെ തുടർച്ചയായി മരുഭൂമി സസ്യജാലങ്ങളാണ് കാണുന്നത്. അതുപോലെ തന്നെ ഒരു അഡീഷണൽ പോയിന്റ് ആയിട്ടൊന്ന് രേഖപ്പെടുത്തി വെക്കുക. നമ്മുടെ ഭൂമധ്യരേഖാ വനങ്ങൾക്കും അതുപോലെ തന്നെ മരുഭൂമികൾക്കും ഇടയിൽ കാണപ്പെടുന്ന പരിവർത്തന കാലാവസ്ഥയെയാണ് നമ്മൾ ഏത് കാലാവസ്ഥ എന്ന് വിശേഷിപ്പിക്കുന്നത്? സാവന്ന കാലാവസ്ഥാ മേഖല എന്ന് വിശേഷിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ കാണപ്പെടുന്ന സസ്യങ്ങളുടെ ഉയരം എന്ന് പറയുന്നത് 6 അടി മുതൽ 12 അടി ഉയരം വരെയാണ്. അപ്പോൾ ഇവയുടെ ഉയരം മരുഭൂമികളോട് അടുക്കും തോറും അല്ലെങ്കിൽ പടിഞ്ഞാറിലേക്ക് നീങ്ങും തോറും കുറഞ്ഞു വരുന്നതായി കാണുന്നു. അതിനർത്ഥം അതിനപ്പുറത്തേക്ക് മറ്റൊരു കാലാവസ്ഥാ മേഖലയാണ്. അതാണ് ഇനി നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഉഷ്ണമരുഭൂമികൾ. ഉഷ്ണമേഖലയിലെ പുൽമേടുകളുടെയും മൺസൂൺ കാലാവസ്ഥാ പ്രദേശങ്ങളുടെയും സവിശേഷതകൾ ചർച്ച ചെയ്തല്ലോ. ഇതേ അക്ഷാംശ പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്നുവെങ്കിലും മഴ തീരെ കുറഞ്ഞ പ്രദേശങ്ങളാണ് ഉഷ്ണമരുഭൂമികൾ. അതായത് 10 ഡിഗ്രി മുതൽ 30 ഡിഗ്രി നോർത്തിനും 10 ഡിഗ്രി മുതൽ 30 ഡിഗ്രി സൗത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കാലാവസ്ഥാ മേഖലയാണ് ഏത്? ഉഷ്ണമരുഭൂമികൾ എന്ന് പറയുന്നത്. ഇപ്പം എല്ലാവർക്കും ഏകദേശം വൻകരകളുടെ സ്ഥാനവും അത് വരുന്ന സ്ഥലങ്ങളും ഒക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ധാരണയായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നോക്കൂ, ഏതെല്ലാം വൻകരകളിലായിട്ടാണ് മരുഭൂമികൾ സ്ഥിതി ചെയ്യുന്നത് അല്ലേ? തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ, ഓസ്ട്രേലിയ. ഇത് ഉഷ്ണമരുഭൂമികളാണ്. ഇത്രയും ഉഷ്ണമരുഭൂമികളാണ് ഉള്ളത്. അപ്പോൾ വടക്കേ അമേരിക്കയിൽ, തെക്കേ അമേരിക്കയിൽ, സഹാറ മരുഭൂമി ആഫ്രിക്കയിൽ, അതുപോലെ തന്നെ ഏഷ്യയിൽ താർ മരുഭൂമി, ചൈനയുടെ ഭാഗമായിട്ടും മരുഭൂമികൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ മരുഭൂമി, ആഫ്രിക്കയിൽ തന്നെ കലഹാരി മരുഭൂമി അഥവാ നമീബ് മരുഭൂമി. ഇതൊക്കെയും മരുഭൂമികളാണ്. ഓക്കെ, ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് കലഹാരി മരുഭൂമിയാണ്. അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ മരുഭൂമി, അറേബ്യൻ മരുഭൂമി, താർ മരുഭൂമി, പാറ്റഗോണിയൻ മരുഭൂമി, അതുപോലെ തന്നെ ഗോബി മരുഭൂമി ചൈനയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇതൊക്കെ വ്യത്യസ്തങ്ങളായിട്ട് മരുഭൂമികളുടെ ചിത്രങ്ങളാണ് കേട്ടോ. ഭൂമുഖത്തെ ഏറ്റവും ചൂടേറിയ പ്രദേശങ്ങളാണ് ഉഷ്ണമരുഭൂമികൾ. ശരാശരി വാർഷിക താപനില 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. സഹാറ മരുഭൂമിയിലെ അൽ അസീസിയയിൽ രേഖപ്പെടുത്തിയ ഉയർന്ന താപനില 58 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു 36-38 ആകുമ്പോഴേക്കും നമ്മുടെ അവസ്ഥ എന്താണ് എന്നുള്ളത്. അപ്പോൾ സഹാറ മരുഭൂമിയിലെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയിരിക്കുന്നത് എത്രയാണ്? 58 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഉയർന്ന ദൈനിക താപാന്തരം മരുഭൂമിയിലെ കാലാവസ്ഥയെ ഏറെ കഠിനമാക്കുന്നു. അതായത് പകൽ സമയങ്ങളിൽ നല്ല ഉയർന്ന താപനിലയും രാത്രിയിൽ നല്ല രീതിയിൽ ശൈത്യവും അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദൈനിക താപാന്തരം വളരെ കൂടുതലാണ്. മരുഭൂമി പ്രദേശങ്ങളിൽ വാർഷിക മഴ പൊതുവെ 25 സെൻറ്റിമീറ്ററിനും താഴെയാണ് ലഭിക്കുന്നത്. ചിലയിടങ്ങളിൽ വർഷങ്ങളോളം മഴ ലഭിക്കാറേയില്ല. അതായത് മഴ ചുരുക്കമാണ് ലഭിക്കുന്നത്, എന്നാൽ അവിടെ ബാഷ്പീകരണ തോത് അതിലും എത്രയോ മടങ്ങ് കൂടുതലാണ്. ഉഷ്ണമേഖലയിലെ വൻകരകളുടെ പടിഞ്ഞാറു ഭാഗങ്ങളിലാണ് ഉഷ്ണമരുഭൂമികൾ പൊതുവെ സ്ഥിതി ചെയ്യുന്നത്. വാണിജ്യവാദങ്ങൾ വൻകരകൾക്ക് കുറുകെ സഞ്ചരിച്ച പടിഞ്ഞാറ് അരികുകളിലേക്ക് എത്തുന്നതോടെ
കാറ്റുകളിലെ ഈർപ്പം നഷ്ടപ്പെട്ട് അവ വരണ്ട കാറ്റുകളായി മാറുന്നു. അതിനാൽ വൻകരകളുടെ പടിഞ്ഞാറൻ അരികുകൾ വർഷം മുഴുവൻ വരണ്ടതായി കാണപ്പെടുന്നു. ഇതാണ് മരുഭൂമികൾ രൂപപ്പെടാനുള്ള പ്രധാന കാരണം. നമ്മൾ ആഗോളമർദ്ദ മേഖലകൾക്കിടയിൽ വീശുന്ന കാറ്റുകളെക്കുറിച്ച് പഠിച്ചിരുന്നു, അതായത് ആഗോളവാദങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകൾക്കിടയിൽ വീശുന്ന കാറ്റുകളാണ് വാണിജ്യവാദങ്ങൾ എന്ന് പറയുന്നത്. വടക്ക് കിഴക്ക് നിന്ന് വീശുന്ന വാണിജ്യവാദങ്ങളും തെക്ക് കിഴക്ക് നിന്ന് വീശുന്ന വാണിജ്യവാദങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അവ ഈ പടിഞ്ഞാറ് ദിശയിലേക്ക് എത്തുമ്പോഴേക്കും ഈർപ്പരഹിതമാവുകയാണ് ചെയ്യുന്നത്. അതായത് വരണ്ട കാറ്റുകളായിട്ടാണ് ഇവിടങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. അതുകൊണ്ട് ഇവിടെ മഴ പെയ്യുന്നേയില്ല, അല്ലെങ്കിൽ വാർഷിക മഴ വളരെ കുറവാണ്. നമ്മൾ പറഞ്ഞു 25 സെൻറ്റിമീറ്ററും താഴെയാണ്. അതുകൊണ്ടാണ് ഈ ഭാഗങ്ങളിൽ എന്ത് സംഭവിക്കുന്നത്? മരുഭൂമികളായി രൂപപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, കള്ളിമുൾച്ചെടികൾ, ചെറുകുറ്റിച്ചെടികൾ, പനകൾ തുടങ്ങിയ മഴ കുറഞ്ഞ കാലാവസ്ഥയ്ക്ക് അനുരൂപമായ സസ്യവർഗ്ഗങ്ങളാണ് ഇവിടെ കൂടുതലായും കാണപ്പെടുന്നത്. ജലസ്രോതസ്സുകൾ കാണപ്പെടുന്ന ഇടങ്ങളിൽ മരുപ്പച്ചകളും രൂപപ്പെടാറുണ്ട്. എന്താണ് മരുപ്പച്ചകൾ? അതവിടെ കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ആടുജീവിതം എന്ന സിനിമയിൽ നമ്മൾ കാണുന്നുണ്ട് അല്ലേ, ചെറിയ ജലസ്രോതസ്സുകളുള്ള ഭാഗങ്ങളിൽ അവിടെ മാത്രം ചെറുചെടികളൊക്കെ ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ എന്തു പറയുന്നത്? മരുപ്പച്ചകൾ എന്ന് പറയുന്നത്. കാലാവസ്ഥയും മറ്റു ഘടകങ്ങളും അനുകൂലമല്ലാത്തതിനാൽ ഈ പ്രദേശങ്ങളിൽ ജനവാസം കുറവാണ്. എന്നിരുന്നാലും പ്രതികൂല സാഹചര്യങ്ങളോട് ഇണങ്ങി ജീവിക്കുന്ന തദ്ദേശീയ ഗോത്ര സമൂഹങ്ങൾ മിക്ക മരുഭൂമികളിലുമുണ്ട്. കലഹാരി, എവിടെയാണ് കലഹാരി? ആഫ്രിക്കയിലാണ്. കലഹാരി മരുഭൂമിയിലെ ബുഷ്മൻ ജനവിഭാഗം ഇതിന് ഒരു ഉദാഹരണമാണ്. ഏതാണ്? ബുഷ്മൻ. കൃഷിയും മൃഗപരിപാലനവുമാണ് മരുഭൂമികളിലെയും പ്രധാന ഉപജീവന മാർഗം. സാമ്പത്തിക മൂല്യമുള്ള ധാതുക്കളുടെ സാന്നിധ്യമാണ് മരുഭൂമികളിൽ ജനജീവിതം പ്രോത്സാഹിപ്പിക്കുന്ന മറ്റൊരു ഘടകം. ആസ്ട്രേലിയയിലെ സ്വർണ്ണഖനനവും അറ്റക്കാമ മരുഭൂമിയിലെ ചെമ്പ് ഖനനവും ഉദാഹരണങ്ങളാണ്. അപ്പോൾ ആസ്ട്രേലിയൻ മരുഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നത് സ്വർണ്ണമാണ്. അതുപോലെ തന്നെ അറ്റക്കാമയിൽ നിന്നും ചെമ്പ് കുഴിച്ചെടുക്കുന്നുണ്ട്. സഹാറ മരുഭൂമിയിലെയും അറേബ്യൻ മരുഭൂമിയിലെയും പെട്രോളിയം നിക്ഷേപവും തിരിച്ചറിയുകയും ഖനനം ആരംഭിക്കുകയും ചെയ്തതോടെ ഈ മേഖലയുടെ മുഖച്ഛായ തന്നെ മാറി. നമുക്കറിയാം, അറേബ്യൻ മരുഭൂമിയിൽ നിന്നും പെട്രോളിയം കുഴിച്ചെടുക്കുന്നുണ്ട്, ഖനനം ആരംഭിക്കുന്നു. അതുകൊണ്ട് തന്നെ അതൊരു സമ്പൽ സമൃദ്ധമായിട്ടുള്ള രാജ്യമാണ് അല്ലേ. അറേബ്യൻ രാജ്യങ്ങളൊക്കെ തന്നെയും സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെയും എന്തിൻ്റെ ഉറവിടം കൊണ്ട് സമ്പൽ സമൃദ്ധമായതാണ്? പെട്രോളിയം. ഓക്കെ, ഉഷ്ണമേഖലയിലെ 3 വ്യത്യസ്ത കാലാവസ്ഥകളെ കുറിച്ചാണല്ലോ നാം ചർച്ച ചെയ്തത്. ഏതൊക്കെയാണ്? മൺസൂൺ കാലാവസ്ഥാ മേഖല, അതുപോലെ തന്നെ ഉഷ്ണ മരുഭൂമികൾ, പിന്നെ സാവന്ന കാലാവസ്ഥാ മേഖല. അതുകൂടാതെ തന്നെ നമ്മൾ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 4 കംപ്ലീറ്റ് ആയി അല്ലേ. ഇനി നമുക്ക് പറയാനുള്ളത് ഏതിനെക്കുറിച്ചാണ്? മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖല. മെഡിറ്ററേനിയൻ കടലിൻ്റെ സ്ഥാനം എവിടെയാണ്? മെഡിറ്ററേനിയൻ കടലിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ഇതാ നോക്കൂ, ഇവിടെയാണ് മെഡിറ്ററേനിയൻ കടൽ. അതിന് ചുറ്റുമുള്ള പ്രദേശവും അതുപോലെ തന്നെ 30 ഡിഗ്രി മുതൽ 45 ഡിഗ്രി വരെ 30 ഡിഗ്രി മുതൽ 45 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിലും ഇതേ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് ഇവയെ മൊത്തം നമ്മൾ ഏതു പേരിലാണ് വിളിക്കുന്നത്? മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖല എന്നാണ് വിളിക്കുന്നത്. ശ്രദ്ധിക്കുക, മെഡിറ്ററേനിയൻ കടലിന് ചുറ്റുമുള്ള പ്രദേശങ്ങളും 30 ഡിഗ്രി മുതൽ 45 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളെയുമാണ് എന്ത് എന്ന് പറയുന്നത്? മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖല എന്ന് പറയുന്നത്. വരണ്ട വേനൽക്കാലവും ആർദ്ര ശൈത്യകാലവും അനുഭവപ്പെടുന്ന പ്രദേശമാണ് മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖല. വേനൽക്കാലത്ത് ഏകദേശം 20 ഡിഗ്രി സെൽഷ്യസ് മുതൽ 25 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില അനുഭവപ്പെടുന്നു. വലിയ കുഴപ്പമില്ലാത്ത താപനിലയാണ് അല്ലേ. ശൈത്യകാലത്ത് 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 16 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഉയർന്ന താപനില. ശൈത്യകാലത്ത് 35 സെൻറ്റിമീറ്റർ മുതൽ 75 സെൻറ്റിമീറ്റർ വരെ മഴ ലഭിക്കുന്നു.
നിങ്ങൾ ഓരോ കാലാവസ്ഥയിലെയും താപനിലയുടെ അളവും അതുപോലെ തന്നെ അവിടെ ലഭിക്കുന്ന വാർഷിക മഴയുടെ അളവും കൃത്യമായിട്ട് എഴുതി പഠിച്ചുകൊള്ളുക കേട്ടോ. ഓക്കെ, എന്നതാണ് ഈ മേഖലയുടെ മറ്റ് കാലാവസ്ഥാ മേഖലകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ശൈത്യകാല മഴ ശീതകാല വിളകൾക്ക് ഏറെ പ്രയോജനപ്രദമാണ്. മെഡിറ്ററേനിയൻ കടലിൻ്റെ തീരങ്ങൾക്ക് പുറമെ 30 ഡിഗ്രി മുതൽ 45 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ മറ്റു ചില പ്രദേശങ്ങളിലും സമാന കാലാവസ്ഥ അനുഭവപ്പെടുന്നുണ്ട്. ഈ പ്രദേശങ്ങളെയെല്ലാം ചേർത്ത് പൊതുവായി മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖല എന്ന് വിളിക്കുന്നു. അപ്പോൾ എവിടേക്കാണെന്ന് നമ്മൾ നോക്കാം. വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അതുപോലെ തന്നെ യൂറോപ്പ്, ആഫ്രിക്കയുടെ നോർത്ത് ഭാഗം, അതുപോലെ തന്നെ ആഫ്രിക്കയുടെ ഏറ്റവും തെക്ക് ഭാഗം, ഈ ഭാഗങ്ങളിലാണ് ഏത് അനുഭവപ്പെടുന്നത്? മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖല അനുഭവപ്പെടുന്നത്. പ്രധാനപ്പെട്ട മെഡിറ്ററേനിയൻ രാജ്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. യൂറോപ്പിലെയും ആഫ്രിക്കയിലെയും അതുപോലെ തന്നെ ഏഷ്യയിലെയും മെഡിറ്ററേനിയൻ രാജ്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, പൊതുവായി തണുത്ത കാലാവസ്ഥയാണ് ഇവിടെ ഉണ്ടായിരിക്കുക. പശ്ചിമവാതങ്ങളാണ് ശൈത്യകാലത്ത് മെഡിറ്ററേനിയൻ പ്രദേശങ്ങളിൽ മഴ ലഭിക്കുന്നതിന് കാരണമാകുന്നത്. അപ്പോൾ പശ്ചിമവാതങ്ങൾ എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് ദിശയിൽ നിന്നും വീശുന്ന കാറ്റുകൾ അല്ലേ. മഴയുടെ അളവ് കുറവായതിനാൽ തന്നെ നിബിഡ വനങ്ങൾ ഈ മേഖലയിൽ കാണപ്പെടാറില്ല. ഓക്ക്, സിഖോയ തുടങ്ങിയ ഉയരം കൂടിയ നിത്യഹരിത വൃക്ഷങ്ങളും പൈൻ, ഫിർ തുടങ്ങിയ നിത്യഹരിത സ്തൂപികാഗ്ര വൃക്ഷങ്ങളും കുറ്റിച്ചെടികളും കാണപ്പെടുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട വൃക്ഷങ്ങൾ ഏതൊക്കെയാണ് എന്നൊന്ന് ഓർത്തു വയ്ക്കുക. ഏതൊക്കെയാണ്? ഓക്ക്, സെക്കോയ അല്ലേ, സെക്കോയ തുടങ്ങിയ ഉയരം കൂടിയ നിത്യഹരിത വൃക്ഷങ്ങളും പൈൻ, ഫിർ തുടങ്ങിയിട്ടുള്ള സ്തൂപികാഗ്ര വൃക്ഷങ്ങളും കുറ്റിച്ചെടികളും കാണപ്പെടുന്നു. പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് ഇവിടുത്തെ പ്രധാന കൃഷി. സാധ്യമായ ഇടങ്ങളിൽ ധാന്യകൃഷിയും കണ്ടുവരുന്നു. കാലാവസ്ഥാ സാഹചര്യങ്ങൾക്കനുസരിച്ച് വികസിപ്പിച്ച കൃഷിരീതിയും അനുബന്ധ പ്രവർത്തനങ്ങളുമാണ് മെഡിറ്ററേനിയൻ പ്രദേശത്തെ ഏറെ സാമ്പത്തിക പ്രാധാന്യമുള്ള മേഖലയാക്കി മാറ്റുന്നത്. ലോകത്തിൽ വൈൻ ഉൽപ്പാദനത്തിൽ മുമ്പിലുള്ളത് മെഡിറ്ററേനിയൻ രാജ്യങ്ങളാണ്. നാരകഫലങ്ങളുടെ കയറ്റുമതിയുടെ 70% മെഡിറ്ററേനിയൻ രാജ്യങ്ങളിൽ നിന്നുമാണ്. വൈൻ ഉൽപ്പാദനത്തിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന രാജ്യങ്ങളൊക്കെ തന്നെ മെഡിറ്ററേനിയൻ രാജ്യങ്ങളാണ്. അതിനർത്ഥം എന്താണ്? അവിടെ ഏറ്റവും കൂടുതൽ മുന്തിരി ഉൽപ്പാദനത്തിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത് ഈ രാജ്യങ്ങളാണ് എന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അതിൻ്റെ ഒരു പിക്ചറൊക്കെ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് ഈ ഒരു പാർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇനി നമുക്ക് മിതോഷ്ണ പുൽമേടുകൾ അതുപോലെ തന്നെ ടൈഗ, ടണ്ട്ര മേഖലകളും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ കാലാവസ്ഥാ മേഖലകൾ കംപ്ലീറ്റ് ആവും. അത് കഴിഞ്ഞിട്ട് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ അഥവാ കാലാവസ്ഥയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, അതിനനുസരിച്ചിട്ടുള്ള പഠനങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാനുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്. അടുത്ത ഭാഗം വേഗം തന്നെ അപ്ലോഡ് ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ.